ഹലോ എവരിവൺ. ട്രിഗ്നോമെട്രി എന്ന കോൺസെപ്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ അത്ര പേടിക്കാനൊന്നുമില്ല കേട്ടോ. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാം. ട്രിഗ്നോമെട്രിയിൽ ട്രൈ എന്ന വാക്കിന്റെ അർത്ഥം 3 എന്നാണ്. ഗൺ എന്ന വാക്കിന്റെ അർത്ഥം സൈഡ്സ് എന്നാണ്. മെട്രി എന്ന വാക്കിന്റെ അർത്ഥം മെഷർ എന്നാണ്. അപ്പോൾ 3 + സൈഡ്സ് + മെഷർ, 3 സൈഡുള്ള ഫിഗറുകളുടെ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ട്രിഗ്നോമെട്രി. അതെ, 3 സൈഡുള്ള ഫിഗർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രയാങ്കിൾ. എല്ലാ ടൈപ്പ് ഓഫ് ട്രയാങ്കിളിലും ട്രിഗ്നോമെട്രി ആപ്ലിക്കബിൾ ആവണമെന്നില്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന ടൈപ്പിൽ മാത്രമാണ് ട്രിഗ്നോമെട്രി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രിഗ്നോമെട്രി. ഇപ്പോൾ പകുതി കൺഫ്യൂഷൻസ് ഒഴിവായില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സും ആംഗിൾസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് അതിന്റെ ആവശ്യകതയുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഇതിന് ഒരുപാട് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കുത്തബ് മിനാറോ ബുർജ് ഖലീഫയോ പോലുള്ള കെട്ടിടങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന്റെ ഉയരം നിങ്ങൾക്ക് കണ്ടെത്തണം. വളരെ ഉയരമുള്ള കെട്ടിടങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് അതിന്റെ ഉയരം കണ്ടെത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ട്രിഗ്നോമെട്രിയുടെ മെത്തേഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിന്റെ ഉയരമൊക്കെ ഇങ്ങനെ കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ട്രിഗ്നോമെട്രിക് ടേംസ് ആണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്, ഇതൊക്കെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്നല്ലേ? യെസ്, ജസ്റ്റ് വെയിറ്റ് ടിൽ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച്.